എൻ്റെ ഭഗവാനെ ഇതൊന്ന് അടിച്ചേക്കണേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ലോട്ടറി എടുക്കണതാ. അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ. ഇതടിച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ മല അടുത്ത 4 വർഷത്തേക്ക് ക്ലീറ്റോ കുരിശ് ചുമന്ന് മുടങ്ങാതെ കയറും. എൻ്റെ ഉറപ്പാണ്. ഞാൻ എന്തായാലും ക്ലീറ്റോനെ കൊണ്ട് മല ചവിട്ടിപ്പിച്ചോളാം. ഹലോ, ഈ ക്ലീറ്റോ എന്ന് പറയുന്നത് ആരാണ്? ഈ ഞാൻ തന്നെയാണോ? ഓഹോ, അങ്ങനെ തീരുമാനിച്ചു 4 കൊല്ലം എന്നെ കൊണ്ടങ്ങ് മല ചവിട്ടിക്കാന്ന് കുരിശും ചുമന്നല്ലേ? ക്ലീറ്റോ, നമുക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി. ലോട്ടറി അടിക്കാൻ? അതെ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഞാൻ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന ആളാണ്. ഇനി പുതിയതായിട്ട് എന്നെ കുരിശ് ചുമന്ന് മലയാറ്റൂർ കയറ്റേണ്ട കാര്യമില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മുടക്കിക്കൊള്ളണം. ഒരു നല്ല കാര്യം നിങ്ങളുടെ വായിന്ന് വരരുത് ക്ലീറ്റോ. പിന്നെ ലോട്ടറി എടുത്തിട്ടുണ്ട് അടിച്ച് ഇപ്പം അടിക്കുപടി. നിങ്ങളൊന്ന് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയുള്ള വർത്താനം പറയാതിരിക്കോ. ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എടുത്തതാ. 10-13 വയസ്സായി അവക്ക്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ തന്നെ കെട്ടിക്കാലോ അല്ലേ? അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത മനുഷ്യൻ, നനഞ്ഞ് ഏറുപടക്കാൻ പോലത്തെ ഒരു സാധനം. സാഹിത്യ ഭാഷകളൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? പിന്നെ മോളെ കെട്ടിക്കണമെങ്കിലേ തന്ത ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്നെ ഒന്ന് അങ്ങോട്ട് നിർത്തിക്കണം കേട്ടോ. ഓ കഷ്ടം. എടി കഴുത, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട. എത്ര രൂപ ടിക്കറ്റിന്? എത്ര രൂപ? 30 രൂപ. 30 രൂപ ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഇതിൽ ഒന്നുകൂടെ ഉജാലയൊക്കെ മുക്കി ഇച്ചിരി പശയൊക്കെ വാങ്ങിച്ച് മുക്കി ഈ ഷർട്ടും ഇത് വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിച്ചുകൂടായിരുന്നോ? എന്നിട്ട് എന്തിനു റോട്ടിൽ കൂടി അതിട്ടുണ്ട് വടി പോലെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ? വില പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. റോട്ടിൽ കൂടെ നടക്കുമ്പോഴേ 10 ആൾ കാണുമടി, ഒരു ഗമയുണ്ടാവുമായിരുന്നു. ഇതിപ്പോ ഈ കാശിൽ അടിച്ചില്ലാക്കി പോയിന്ന് എന്റെ കാര്യം തീരുമാനം. പൊക്കോട്ടെ, എന്റെ കയ്യിൽ നിന്ന് വെച്ചാൽ 30 രൂപ അല്ല, അത് പൊക്കോട്ടെ. അപ്പൊ അതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ അനാമത്തായിട്ട് ചെലവാക്കണേന്. ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? മലയാറ്റൂര് മല കയറാൻ പറ്റൂലെങ്കിൽ വേണ്ട, ഞാൻ കയറിക്കോളാം. 10-60 ലക്ഷം രൂപ കിട്ടുന്ന കാര്യം അത് ചെയ്യാൻ പറ്റൂല. ഒരു മല വീണ്ടും ഒരു മല കയറുന്നു. എനിക്ക് ചിരിയൊന്നും വന്നില്ല. എനിക്ക് ചിരി വരരുത്. ഫസ്റ്റ് പ്രൈസ് അടിക്കണമെങ്കിൽ എന്നെ കൂടെ കൂട്ടണം കേട്ടോ. അന്നേരം വാ, ഫസ്റ്റ് പ്രൈസ് അടിക്കുമ്പോഴത്തേനും തങ്കം കുങ്കും ഒന്നും വിളിച്ചോണ്ട്. കൂട്ടിയില്ലെങ്കിൽ ഞാൻ ചാടി കയറും. അപ്പൊ തള്ളി താഴ്ത്തിടിക്കാൻ നോക്കി. ഇപ്പൊ അടിക്കും നോക്കിയിരുന്നു. എന്ത് കാര്യം നല്ലത് പറഞ്ഞോട്ടെ, അപ്പാവായിന്ന് മുടക്കേ വരുള്ളൂ.